ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഹസ്തങ്ങൾ നീളുകയാണ്. എൻ്റെ അടുത്ത് പലരും കുന്നംകുളത്തെ ഒരുപാട് സ്വകാര്യ ആശുപത്രിയിലെ ആളുകൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ ചടങ്ങിൽ കിട്ടണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയും ഇതുവരെ മന്ത്രിയെ ശുപാർശ ചെയ്തിട്ടില്ല. ഒരിടത്ത് മന്ത്രി വരുന്നതിനെ ഞാൻ മുടക്കുകയും ചെയ്യും. അതിന് അർഹതയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ സൈക്കോയും മറ്റ് ഭാരവാഹികളും കൂടി ശ്രീമതി ടീച്ചറെ ഈ പരിപാടിക്ക് വേണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ തന്നെ അതിനുവേണ്ടി മാത്രം തിരുവനന്തപുരത്ത് പോയി ഈ കാര്യം നടത്തിക്കൊടുത്തത് ഈ സ്ഥാപനത്തോട് എനിക്കുള്ള വിശ്വാസവും എൻ്റെ അനുഭവങ്ങളുമാണ്. ഈ അൻസാർ സ്ഥാപനങ്ങൾ തിരുമലാവിൽ വരുമ്പോൾ അന്ന് വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇതാ ഇവിടെ ചുവടുറപ്പിക്കാൻ പോകുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ഇതെന്തോ ഒരു ഭയങ്കര സംഘടനയാണ് എന്നൊക്കെ പല ആക്ഷേപങ്ങളും അന്നും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അനുഭവം, ഞങ്ങളുടെ നാട്ടുകാരുടെ അനുഭവം, ജമാഅത്തെ ഇസ്ലാമിയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അവിടുത്തെ പ്രവർത്തനം അങ്ങേയറ്റം പ്രോഗ്രസീവാണ്, ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായ ഒന്നാണ്, ദീനതയാൽ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്. ആ ട്രസ്റ്റിന്റെയും അവരുടെ മറ്റു പ്രവർത്തനങ്ങളും എല്ലാം അങ്ങേയറ്റം സ്ഥാപിക്കപ്പെടേണ്ടതാണ്. പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട ഒരാശങ്കയ്ക്കും എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. നിരവധി വർഷങ്ങളായിട്ട് ഈ അൻസാർ സ്ഥാപനവുമായി എനിക്ക് ബന്ധമുണ്ട്. സൈക്കോ സാറുമായിട്ട് എനിക്കുള്ള ബന്ധം, ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിച്ച് അദ്ദേഹത്തിൽ